എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നാം ഇപ്പോൾ കേൾക്കേണ്ടി വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 242 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനം കഷ്ടിച്ച് 6 മിനിറ്റിനുള്ളിൽ പൈലറ്റിൻ്റെ അവസാന മെസ്സേജിൽ നിന്നും ഫ്ലൈറ്റ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നതിനോടൊപ്പം ഫ്ലൈറ്റ് താഴേക്ക് നിലംപതിച്ചു, ഒരു ഭൂഗോളമായി മാറി. അതിൽ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് 200-ൽ പരം ആൾക്കാരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് റൂപാണിയും മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം 2 മലയാളീസും. ഇതിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് നാഷണാലിറ്റീസും 7 പോർച്ചുഗീസുകാരും 1 കനേഡിയനും ഒപ്പം 12 ക്രൂവും ഫ്ലൈറ്റിലുണ്ടായിരുന്നു. വളരെ അങ്ങേറ്റം ദുഃഖകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും ഒരു വലിയ ദുരന്തമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇതിൽ മരണം പറഞ്ഞ ഒരു രഞ്ജിത ഗോപകുമാർ UK-യിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവർക്ക് നാട്ടിൽ ഗവൺമെൻറ് ജോലിയായി. ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ഇവിടെ വരികയും അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം റിസീവ് ചെയ്ത് ഇവർ UK ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി റെസിഗ്നേഷൻ കൊടുത്തു. എല്ലാം ശരിയായി നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹത്തിൽ ഇവർ ഇവിടെ നിന്നും അഹമ്മദാബാദിലെത്തിയും അവിടെ നിന്നായിരുന്നു അവർക്ക് അഹമ്മദാബാദ് UK ഫ്ലൈറ്റ് അവിടെ നിന്നായിരുന്നു. അതിൽ യാത്ര തിരിക്കുകയും ചെയ്തു. അവസാനം ഈ മരണപ്പെട്ടവരിൽ അവരും ഉൾപ്പെടുന്നു. വളരെ ബുദ്ധിമുട്ടി ഒത്തിരി കഷ്ടപ്പെട്ട് അമ്മയെയും 2 കുഞ്ഞുങ്ങളെയും ഇവർ നോക്കി വരികയായിരുന്നു. അവർ ഒരു പുതിയ വീട് വയ്ക്കിച്ചു. ആ വീടിൻ്റെ അവസാന മിനുക്കുപണികളാണ്. ഇവർ UK-യിൽ പോയി വളരെ വൈകാതെ ഇവിടെ വന്ന് പുതിയ വീട്ടിലേക്ക് താമസം ആകാമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നെങ്കിലും വിധി അവരെ അതിനനുവദിച്ചില്ല. വളരെ ദുഃഖകരമാണ്. നാട്ടുകാർക്കും ബന്ധുജനങ്ങളും വളരെ പ്രിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതും 40 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇവർ ദുബായിലും മറ്റുമൊക്കെ ജോലി ചെയ്തു. അവസാനം അവർ UK-യിലുമെത്തി. ഒരുവിധം അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് അവസാനം അമ്മയോടും കുഞ്ഞുങ്ങളോടൊപ്പം നാട്ടിൽ കഴിയാൻ വേണ്ടി ഇവിടെ ഒരു ജോലിയും അവർക്ക് ഗവൺമെൻറ് ജോലിയുമായി. അങ്ങനെ ഗവൺമെൻറ് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ റിസീവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ വന്നത്. ഇവിടെ വന്ന് അപ്പോയിൻമെൻറ്റെല്ലാം കിട്ടി. ലെറ്ററെല്ലാം റിസീവ് ആയതിനു ശേഷം UK-യിൽ പോയി അവിടെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും റെസിഗ്നേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞുള്ള വിശ്വാസത്തിലുള്ള യാത്രയായിരുന്നു. അവസാനം അതെല്ലാം നിഷ്ഫലമായിപ്പോയി. ശരിക്കും നാട്ടിലുള്ള എല്ലാവർക്കും വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. വലിയ അധ്വാനിയായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചവരായിരുന്നു. അവർക്ക് എല്ലാ ജനങ്ങളോടും നല്ല രീതിയിൽ പെരുമാറുകയും ആയിരുന്നു. എന്തായിരുന്നാലും അപകടങ്ങൾ ഒരിക്കലും തീരുന്നില്ല. ആര് എപ്പോൾ എവിടെ എങ്ങനെയാകുമെന്ന് ആർക്ക് തീർത്ത് പറയാനും സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും ദുഃഖകരമായ വലിയൊരു വാർത്തയാണ് രഞ്ജിതയെക്കുറിച്ച്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഒത്തിരി മോഹങ്ങളുമായി പുറം നാട്ടിലേക്ക് പോയി അവസാനം നാട്ടിൽ വന്ന് സെറ്റിലാവുമെന്ന് വിചാരിച്ചെങ്കിലും വിധി അവരെ അതിന്നും തട്ടി മാറ്റി. ഇനി ഈ വിമാനം പതിച്ചത്
അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായിരുന്നു. അവിടെയും പലർക്കും പരിക്കും പറ്റി. വിശദ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യം 169 മരണമാണ് സ്ഥിരീകരിച്ചെങ്കിലും ഇപ്പോൾ അത് 200-ൽ അധികം കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ വേണ്ട എൻക്വയറിയൊക്കെ ഉടൻ തന്നെ സ്റ്റാർട്ടാവായിരിക്കും. താൽക്കാലികമായി എയർപോർട്ട് അടച്ചിരിക്കുകയാണ്. എയർപോർട്ടിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല. കാരണം ഇത് ടേക്ക് ഓഫ് ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സിൽ സംഭവിച്ചതാണ്. അതും വലിയ അപകടങ്ങൾ. കാരണം എന്തോ ഒരു ഹോസ്റ്റൽ പതിക്കുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് അറിവ്. ഇനിയിപ്പോൾ വ്യക്തമായ വിവരങ്ങൾ കുറച്ച് കഴിഞ്ഞേ കിട്ടൂ. നമുക്ക് ഈ നിമിഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ആ ശേഷിക്കുന്ന രഞ്ജിതയുടെ വീട്ടുകാർക്ക് അവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ കടത്തിവിടാം, അവർക്ക് വേണ്ട സമാധാനം കിട്ടാം, അവർക്ക് വേണ്ട ധൈര്യം കിട്ടാൻ വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇത് മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.